ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബോ വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ടൈ ചെയ്തെടുത്താലോ. ഹെയർ ടൈ ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള ബൺ മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഇത് നൈലോൺ മെറ്റീരിയലാണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെയർ ടൈസ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്നതാണ്. ഇതുപോലെയുള്ള 1 രൂപയുടെയും 2 രൂപയുടെയും ഒക്കെ ഹെയർ ടൈസ് നമുക്ക് അടിപൊളിയാക്കി ഡിസൈൻ ചെയ്തിട്ട് 30 രൂപക്കോ 40 രൂപക്കോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഏകദേശം 1 ഇഞ്ച് വീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഉൾവശം പുറത്തേക്കാക്കി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ടൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ ഹെയർ ടൈയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് നല്ല സ്ട്രെച്ചബിൾ ആണ്. ഇതാണ് നമ്മുടെ നോർമൽ ഹെയർ ടൈ വരുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് നല്ല സ്ട്രെച്ചബിൾ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ ഒരു ബൺ മെറ്റീരിയലോ അതല്ലെങ്കിൽ ബണ്ണോ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതിൻ്റെ വൈറ്റ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. ഇനി പുതിയ കളേഴ്സ് വരും, അത് ഞാൻ വരുന്നതിനനുസരിച്ച് നിങ്ങളെ അറിയിക്കാം. ഇതുപോലെയുള്ള ബൺ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് പല വെറൈറ്റി മോഡൽ ഹെയർ ടൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് അതുപോലെയുള്ള പല മോഡൽ ഹെയർ ടൈസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ മോഡൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബോ ആയിട്ടാണ്. റിബൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഗ്രോസ് ഗ്രെയിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും ഇതുപോലെ നമ്മളൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നൂലൊക്കെ വലഞ്ഞ് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതുപോലെ ഒരു സൂചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ ഒരു നൂല് കോർത്തെടുത്തിട്ട് അതിൻ്റെ 2 അറ്റവും ഇതുപോലെ നമ്മളൊന്ന് കൂട്ടിക്കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിബൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ പകുതിയാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ആ മടക്കിയ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തൊരു അടയാളമായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ റിബണിൻ്റെ 2 വശത്തു നിന്നും ഇതുപോലെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ എടുത്തിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകൾ വശത്ത് നിന്നും ഇതുപോലെ താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വശത്ത് നിന്നും ഇതുപോലെ താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ടൊരു ബോ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സൂചി വെച്ചിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സൂചി എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ കോർക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നൂല് വെച്ചിട്ട് നമ്മുടെ ബോയുടെ ചുറ്റും ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൂചിയെ വീണ്ടും ഇതുപോലെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബോയുടെ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഹെയർ ടൈൽ ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ഒരു മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ 3 ബോ വെച്ചിട്ടാണ് ഹെയർ ടൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ബോ കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നൂലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാതെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ സൂചിയുമായിട്ട് കോർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഈ ഒരു നൂലിൻ്റെ അറ്റത്തുള്ള ബോയുമായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊരു വലിയ സൈസ് ബോയായിട്ട് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് ആയി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു നൂലിനെ ഇതുപോലെ ഈ 2 ബോയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിന് 2 കൂടെ ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോയുടെ ബാക്ക് വശത്തായിട്ട് ഈ ഒരു നൂലിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് നമ്മുടെ ഹെയർ ടൈൽ ഒട്ടിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള സാറ്റിൻ റിബണാണ്. ഇത് നമ്മുടെ നോർമൽ സാറ്റിൻ റിബൺ അല്ല, ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് വരുന്നത്. ഇതും ആ ഒരു സെയിം കളർ തന്നെയാണ് വരുന്നത്. ഇതിനെ നമ്മൾ ഏകദേശം 11 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെയും 2 അറ്റവും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട്.
നേരത്തെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഒരു ബോ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് രണ്ടറ്റത്തു നിന്നും മടക്കുന്നുണ്ട്. അതിനുശേഷം പകുതിയാക്കി മടക്കിയിട്ട് ഇതുപോലെ രണ്ട് വശം താഴേക്ക് മടക്കി കൊടുക്കുന്നു. എന്നിട്ടൊരു സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ ഒരു ബോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി നമ്മൾ സാറ്റിൻ റിബണിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഏകദേശം 1/2 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി ഉരുക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോരും. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വലിയ ബോ ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെയായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ചെറിയ ബോ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെയായിട്ട് ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാറ്റിൻ റിബണിൻ്റെ പീസ് ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ബോയുടെ പുറകുവശത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണോ ബീഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതുപോലെയുള്ള സ്റ്റോൺ ലേസാണ് യൂസ് ചെയ്യുന്നത്. അതിനെ ഏകദേശം 3 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോൺ ലേസിനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ നൈലോൺ ബാൻഡിലോ ഹെയർ ബാൻഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഹെയർ ടൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബണ്ണിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും സെയിൽ ചെയ്യാനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐഡിയ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ രണ്ടാമത്തെ മോഡൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതിനുവേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.